നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. ഇത് ഉള്ളത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള എന്ന വേക്കൻസി, അതായത് KSWDCയുടെ കീഴിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, അതായത് പ്രൊജക്ട് എക്സിക്യൂട്ടീവ്, വാർഡൻ, ഫുൾ ടൈം റെസിഡന്റ് ആൻഡ് അസിസ്റ്റന്റ് വാർഡൻ എന്നീ വേക്കൻസികളിലേക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, അതായത് പ്രൊജക്ട് എക്സിക്യൂട്ടീവിന് MBA ഫിനാൻസ് ഓർ MCOM പ്ലസ് 3 വർഷം എക്സ്പീരിയൻസുമാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷം എക്സ്പീരിയൻസ് ബാങ്കിങ് സെഗ്മെന്റിലാണ് ചോദിച്ചിരിക്കുന്നത്. വാർഡന് SSLC ഓർ ഇറ്റ്സ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ 3 വർഷം എക്സ്പീരിയൻസ് വാർഡനായിട്ടോ അസിസ്റ്റന്റ് വാർഡനായിട്ടോ. മന്ത്ലി സാലറി വരുന്നത് 20,000 ആണ് വാർഡന്. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഥവാ പ്രൊജക്ട് എക്സിക്യൂട്ടീവിന് 30,000. അസിസ്റ്റന്റ് വാർഡൻ അദ്ദേഹത്തിന് ആ പോസ്റ്റിന് 15,000 രൂപയാണ് ശമ്പളം. സെയിം, അതായത് നമ്മൾ വാർഡൻ എന്ത് പറഞ്ഞോ അതേ ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് വരുമ്പോൾ 6 മാസം മിനിമം വേണം. മറ്റൊരു 3 വർഷം എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ. ഏജ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഏജ് പറയുന്നത് പ്രൊജക്ട് കോർഡിനേറ്റർ വേക്കൻസിക്ക് 42 വയസ്സാണ് മാക്സിമം ഏജ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഓൺ 1/1/2024. മറ്റുള്ളത് അതായത് വാർഡൻ പിന്നെ അസിസ്റ്റന്റ് വാർഡൻ എന്നീ വേക്കൻസിക്ക് 50 വയസ്സും മാക്സിമം, മിനിമം 25 വയസ്സും. കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് 336 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ് വരും. 336 രൂപയാണ് ഫീസ് വരുന്നത്. അത് ഏത് പോസ്റ്റിനെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ. ഇതേത് വാർഡൻ പോസ്റ്റിനാണെങ്കിൽ 224, അസിസ്റ്റന്റ് വാർഡൻ വരുമ്പോൾ 168 രൂപയാണ് ചാർജസ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട വിധം ഇതിൽ തന്നെ നമുക്ക് കാണാം. നിങ്ങളുടെ കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറുക, www.cmd.kerala.gov.in എന്നതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള വേക്കൻസീസ് വരുന്നത് വളരെ റയർ ആയിട്ടാണ്. അത് കണ്ണിൽ പെട്ട ഉടനെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നില്ല. ബിക്കോസ് ആർക്കും ഡിലേ ആവരുത് എന്നൊരു ഇതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.